ഇനി വളരെ നിഷ്കളങ്കമായിട്ട് വരുന്ന ഒരു ആശയമാണ് ഇപ്പോൾ ഒരുപാട് ആളുകളിൽ നിന്ന്, സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള ഒരുപാട് ആളുകളിൽ നിന്ന് നിഷ്കളങ്കമായിട്ട് വരുന്ന ഒരു അഭിപ്രായമാണ് സ്വതന്ത്ര ചിന്തകരിങ്ങനെ ഗ്രൂപ്പുകളായിട്ട് പരസ്പരം പോരടിക്കുന്നത് ശരിയല്ല, ഞങ്ങൾക്കൊക്കെ എല്ലാവരെയും വേണം, എല്ലാവരുടെ കൂടെയും നിൽക്കണം, എല്ലാവരും പറയുന്നത് കേൾക്കണം, ഞങ്ങൾക്ക് ആ സെമിനാറിലും പോകണം, ഈ സെമിനാറിലും പോകണം, അതുകൊണ്ട് നിങ്ങളിങ്ങനെ പരസ്പരം വിമർശിക്കാനോ പരസ്പരം പോരടിക്കാനോ പാടില്ല, എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നൊക്കെ വളരെ നിഷ്കളങ്കമായി ചിന്തിക്കുകയും അങ്ങനെ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൽപ്പെട്ട ചിലരുടെ പ്രതികരണങ്ങൾ കണ്ടു. അതിനുള്ള ഒരു വിശദീകരണം കൂടെ നൽകാം. ഞാനും സത്യത്തിൽ ഇങ്ങനെ ചിന്തിച്ചിരുന്ന ഒരു മനുഷ്യനാണ് അടുത്ത കാലം വരെ. ഇങ്ങനെ ചിന്തിക്കുക മാത്രമല്ല, ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ സംഘടനകളിലെയും അതിനുവേണ്ടി വാദിച്ചിട്ടുള്ള ആളാണ്. കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കാലത്തൊക്കെ തന്നെയും എല്ലാ യുക്തിവാദികളെയും എല്ലാ സ്വതന്ത്ര ചിന്തകരെയും ഏറെക്കുറെ പൊതുവിൽ യോജിക്കാവുന്ന ആശയങ്ങളുള്ള എല്ലാവരെയും കുറേ കാര്യങ്ങളിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെങ്കിൽ പോലും യോജിക്കാവുന്ന കാര്യങ്ങളിൽ യോജിച്ചുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ കേരളത്തിൽ ഈ പ്രസ്ഥാനം കുറേ കൂടി വളർത്താൻ കഴിയുമെന്നും കുറേ കൂടി നമ്മുടെ ആശയങ്ങൾ സമൂഹത്തിൽ എത്തിക്കാൻ കഴിയുമെന്നും വിശ്വസിക്കുകയും അതിനുവേണ്ടി ഞാൻ പ്രവർത്തിച്ച എല്ലാ സംഘടനകളുടെയും ഉള്ളിലും പുറത്തും നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും സംസാരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് എല്ലാ സ്വതന്ത്ര ചിന്തകരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും പറഞ്ഞുകൊണ്ട് പ്രവർത്തിച്ചതിൻ്റെ പേരിൽ പല സംഘടനകളിൽ നിന്നും പുറത്താക്കപ്പെട്ടു എന്ന വൈരുദ്ധ്യം കൂടി എൻ്റെ സ്വന്തം ജീവിത ചരിത്രത്തിലുണ്ട്. കാരണം അങ്ങനെ എല്ലാവരും കൂടെ ഒന്നും വേണ്ട, നമുക്ക് നമ്മളുടെ ഒരു കൂട്ടർ മാത്രം മതി എന്ന രീതിയിൽ ചിന്തിക്കുകയും അതല്ലാത്ത ആളുകളെല്ലാം മാറ്റി നിർത്തുന്ന ആളുകളോട് വ്യക്തിപരമായ സൗഹാർദ്ദം പുലർത്തുന്നവരെ പോലും സംശയദൃഷ്ടിയോടുകൂടി കൈകാര്യം ചെയ്യുകയും ഒക്കെ ചെയ്ത അനുഭവങ്ങൾ എനിക്ക് ഈ പറയുന്ന സ്വതന്ത്ര ചിന്തകരുടെ യുക്തിവാദികളുടെയൊക്കെ പ്രസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം ചെറുത്തുകൊണ്ട് ഈ സംഘടനകളുടെ ഈ ഇരുമ്പുപറകൾക്കും ചട്ടക്കൂടുകൾക്കും ഒക്കെ പുറത്തിറങ്ങിക്കൊണ്ട് ചട്ടക്കൂടുകളില്ലാത്ത വിശാലമായ കൂട്ടായ്മ എന്ന രീതിയിൽ വിവിധ സംഘടനകളെയും വിവിധ കൂട്ടായ്മകളെയും യോജിപ്പിച്ചുകൊണ്ട് ഈ സ്വതന്ത്ര ചിന്താ പ്രചാരണം കേരളത്തിൽ തുടങ്ങിയതിൻ്റെ മുന്നോടിയായിരുന്നു 2012 ഞങ്ങൾ മലപ്പുറത്ത് നടത്തിയ സ്വതന്ത്ര ലോകം ദേശീയ സെമിനാർ. അങ്ങനെ ഒരു സെമിനാർ നടത്തിയതിൻ്റെ പേരിൽ കേരള യുക്തിവാദി സംഘം എന്ന സംഘടനയിൽ നിന്ന് മലപ്പുറം ജില്ലാ കമ്മിറ്റി എന്നെ പുറത്തു പോകേണ്ടി വന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ചരിത്രത്തിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. പക്ഷെ മനസ്സിലാക്കേണ്ടത് എല്ലാവരെയും ഒരുമിച്ച് നിർത്തുക, എല്ലാ വിഭാഗത്തിൽപ്പെട്ട അല്ലറ ചില്ലറ വിഷയങ്ങളിൽ ഭിന്നാഭിപ്രായങ്ങളുള്ളവരാണെങ്കിൽ പോലും പൊതുവിൽ യോജിക്കുന്ന സ്വതന്ത്ര ചിന്തയുടെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ ആശയം കൂടുതൽ സമൂഹത്തിൽ എത്തിക്കുകയാണ് വേണ്ടത് എന്ന് ചിന്തിച്ച് അതിനനുസരിച്ച് പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ അനുഭവമാണ് 2012 മുതൽ ഇങ്ങോട്ട് എനിക്കുള്ളത്. 2012 അങ്ങനെ ഒരു സംഭവം നടത്തി, അത് വലിയ വിജയമായി. മാത്രമല്ല സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഈ വിഷയങ്ങൾ വളരെയധികം വിപുലമായി ചർച്ച ചെയ്യപ്പെടുന്നതോടുകൂടി ഒരുപാട് ആളുകൾ ഈ രംഗത്തേക്ക് വരികയും ഇതൊരു വലിയ കൂട്ടായ്മയായിട്ട് രൂപപ്പെടുകയും ചെയ്തു. ഒരു കൂട്ടായ്മയല്ല, പല കൂട്ടായ്മകളിലൂടെ ഈ ഒരു ആശയം വിപുലമായി പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടായി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവരെല്ലാവരെയും ഒരുമിപ്പിച്ചുകൊണ്ട് കൂടുതൽ വിശാലമായ അർത്ഥത്തിൽ ഈ പരിപാടികൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഈ സ്വതന്ത്ര ലോകം സെമിനാർ എല്ലാ വർഷവും തുടരാൻ ഞങ്ങൾ ആഗ്രഹിച്ചത്. പക്ഷേ 2012 നമ്മൾ നടത്തിയ സ്വതന്ത്ര ലോകത്തെ തുടർന്ന് 2013 കോഴിക്കോട്ട് നടത്തിയ ഒരു സ്വതന്ത്ര ലോകം സെമിനാറിൽ വെച്ച് സാമൂഹികമായ ചില വിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നതകൾ രൂപപ്പെടുകയാണ് ഉണ്ടായത്. അത് നിങ്ങളിൽ പലർക്കും ഇന്ന് അടുത്ത കാലത്ത് ഈ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെടുന്നവർക്കോ അടുത്ത കാലത്ത് മാത്രം നമ്മളെ ശ്രദ്ധിക്കുന്നവർക്കോ ഈ ചരിത്രമൊന്നും ഒരു പക്ഷേ അറിയണ്ടായില്ല. 2012 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 10 വർഷമായി. ഈ 2012 തുടങ്ങിയ ഈ സംഭവം 2013 അതിൻ്റെ തുടർച്ചയായിട്ട് കോഴിക്കോട്ട് നടത്തിയ സ്വതന്ത്ര ലോകം ദേശീയ സെമിനാറിൽ വെളിച്ചപ്പാടിൻ്റെ ഭാര്യ എന്ന പേരിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു വിഷയം സ്വതന്ത്ര ചിന്തകരായ ആളുകൾ അങ്ങനെയുള്ള ഒരു പൊതു സെമിനാറിൽ സമൂഹത്തോട് പറയേണ്ട ആശയങ്ങൾക്ക് പകരം അത് നമ്മൾ പറയാൻ പാടില്ലാത്ത രീതിയിൽ, പറയാൻ പാടില്ലാത്ത ഭാഷയിൽ, സ്ത്രീവിരുദ്ധതയുടെ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് അവതരിപ്പിച്ചു എന്ന്
സ്വതന്ത്ര ചിന്തകരിൽ തന്നെ വലിയൊരു വിഭാഗം, ഞാൻ ഉൾപ്പെടെ, ഈ അന്ന് ആ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ സ്ത്രീകളും ഉൾപ്പെടെ, സ്ത്രീകൾ മാത്രമല്ല നിരവധി പുരുഷന്മാർ ഉൾപ്പെടെ ആ സെമിനാറിൽ പങ്കെടുത്ത ഒരുപാട് ആളുകൾക്ക് ഇതിനോട് വിയോജിപ്പുണ്ടായിരുന്നു. കാരണം സ്ത്രീ വിരുദ്ധമായ ഭാഷയിൽ നമ്മൾ അപ്രസക്തമായിട്ടുള്ള വിഷയങ്ങൾ നമ്മുടെ സെമിനാറിൽ അവതരിപ്പിച്ചത് ഉചിതമായില്ല എന്ന അഭിപ്രായം ആ സെമിനാറിന് ശേഷം നടന്ന ചർച്ചയിൽ തന്നെ അവിടെ പ്രകടമാവുകയുണ്ടായി. അങ്ങനെയാണ് ഈ കൂട്ടായ്മയ്ക്കകത്ത് ഒരു ഭിന്നത രൂപപ്പെടുന്നത്. ആ ഭിന്നതയാണ് പിന്നീട് ഇങ്ങനെ പല തരത്തിൽ വികസിച്ച് ഇന്നത്തെ രീതിയിലെത്തിയത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ രണ്ട് വിഭാഗത്തെയും ഒരുമിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നത് അസാധ്യമാണ്. കാരണം അടിസ്ഥാനപരമായി തന്നെ നമ്മുടെ ലക്ഷ്യം എന്താണ്? മതവിശ്വാസത്തിൻ്റെയും അതുപോലെയുള്ള ഡോഗ്മകളിലും കുടുങ്ങിക്കിടക്കുന്ന അന്ധവിശ്വാസികളായ മനുഷ്യരെ, സങ്കുചിതമായിട്ടുള്ള മതബോധം പേറുന്ന ആളുകളെ അതിൽ നിന്നെല്ലാം, ഈ ഡോഗ്മകളിൽ നിന്നെല്ലാം മോചിപ്പിച്ച് സ്വതന്ത്ര മനുഷ്യരാക്കി തീർക്കുക, ജനാധിപത്യ ബോധമുള്ള, ആത്മബോധമുള്ള സ്വതന്ത്ര മനുഷ്യരാക്കി മാറ്റുക എന്നതാണ് നമ്മളുടെ ലക്ഷ്യം. അതിന് പകരം ഈ ജനാധിപത്യത്തിൻ്റെയും സെക്യുലറിസത്തിൻ്റെയും മാനവികതയുടെയുമൊക്കെ അടിസ്ഥാന തത്വത്തിന് തന്നെ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന, ഇതിൻ്റെ എല്ലാം ശത്രുവായി പ്രവർത്തിക്കുന്ന സംഘപരിവാർ പോലുള്ള ഒരു രാഷ്ട്രീയ ശക്തിക്ക് കേരളത്തിലെ സമൂഹത്തെ കൂടി പാകപ്പെടുത്തി കൊടുക്കുക എന്ന പണി ചെയ്യുന്നവരുമായിട്ട് സഹകരിച്ചു പോകുക എന്നത് മാനവികതയിൽ വിശ്വസിക്കുന്ന സ്വതന്ത്ര ചിന്തകർക്കാർക്കും ഇനി സാധ്യമാവുകയില്ല എന്ന് ഉറച്ച ബോധ്യമാണ് ഇപ്പോൾ എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ, ഇപ്പോൾ നാസ്തികതയുടെ കാര്യത്തിൽ, ശാസ്ത്രത്തിൻ്റെ കാര്യത്തിൽ, പരിണാമത്തിൻ്റെ കാര്യത്തിൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ യോജിപ്പുണ്ടെങ്കിൽ പോലും സാമൂഹികമായ വിഷയങ്ങളിൽ മാനവികതയുടെ പക്ഷത്ത് നിൽക്കാത്ത ആളുകളുമായിട്ട് നമുക്ക് സഹകരിച്ചു പോവുക സാധ്യമല്ല. വ്യക്തിപരമായ കാര്യമല്ല പറയുന്നത്, മറിച്ച് സാമൂഹ്യമായ കാര്യമാണ് പറയുന്നത്, ആശയപരമായ കാര്യമാണ് പറയുന്നത്, നിലപാടുപരമായ കാര്യങ്ങളാണ് പറയുന്നത്. അവിടെ നെല്ലും പതിരുമൊക്കെ വേർതിരിഞ്ഞ് വരുന്നുണ്ട്. ആളുകൾക്ക് കാര്യങ്ങൾ കുറേയൊക്കെ മനസ്സിലായി വരുന്നുണ്ട്. കൂടുതൽ ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കി നിൽക്കേണ്ട സ്ഥലത്ത് നിൽക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അങ്ങനെ പോകാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. സംഘപരിവാറിനെ ന്യൂട്രലൈസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുവേണ്ടിയുള്ള പണിയൊക്കെ എടുക്കാം. പക്ഷേ അത് തുറന്നു പറയാനും അതിനെ എതിർക്കാനും അതിനെ വിമർശിക്കാനും ഒക്കെയുള്ള അവകാശവും സ്വാതന്ത്ര്യവും നമുക്കും ഉണ്ട്. കാരണം അതിനെ വിമർശിക്കുക എന്നത് മാനവിക പക്ഷത്ത് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ബാധ്യതയാണ്. അത് നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന നമ്മുടെ സോഷ്യൽ മൊറാലിറ്റിക്ക്, നമ്മുടെ സെക്യുലർ മൊറാലിറ്റിക്ക് അനിവാര്യമാണ് അതിനെയൊക്കെ എതിർക്കുക എന്നുള്ളത്. ഇതൊന്നും തന്നെ വ്യക്തിപരമായിട്ടുള്ള വിരോധത്തിൻ്റെയോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുടെയോ അടിസ്ഥാനത്തിലല്ല പറയുന്നത്. നമ്മളൊക്കെ ഈ രംഗത്ത് പ്രവർത്തിക്കാൻ വന്നിട്ടുള്ളത് വളരെ കൃത്യമായ ഒരു സാമൂഹിക ലക്ഷ്യബോധത്തോടു കൂടിയാണ്, കൃത്യമായ ഒരു ദിശാബോധത്തോടു കൂടിയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾക്കുണ്ടായിരിക്കേണ്ട ഒരു മുൻഗണനാക്രമം എന്താണ് എന്നതിനെ സംബന്ധിച്ചും കൃത്യമായ ധാരണയുണ്ട്. ഘട്ടം ഘട്ടമായിട്ട് പതുക്കെ നടക്കേണ്ട സാമൂഹ്യ പരിവർത്തനങ്ങളിലെ ആദ്യ ഘട്ടം എന്താണ്, രണ്ടാമത്തെ ഘട്ടം എന്താണ്, ഓരോ ഘട്ടവും പിന്നിടുമ്പോൾ നമ്മൾ നിലപാടുകളിൽ എന്ത് മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ധാരണ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളും സമൂഹം മാറുന്നതിനനുസരിച്ച്, നമ്മുടെ ലക്ഷ്യങ്ങൾ ഓരോന്ന് സാധ്യമാകുന്നതിനനുസരിച്ച് അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് മാറുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കും നിലപാടുകളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടി വരുന്നത്. ചിലർ അങ്ങനെയും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വിമർശനം ഉന്നയിക്കുന്നുണ്ട്. എന്താണ് ഇപ്പോൾ ഇത്രയും കാലം ഇല്ലാത്ത ഒരു നിലപാടിലേക്ക് ഞാനൊക്കെ മാറിയത് എന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിലപാടുകൾ മാറുക എന്നത് സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഈ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ബാലപാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ സ്വാഭാവികമാണ്. ആളുകളെ മതത്തിൻ്റെയും അതുപോലുള്ള അന്ധവിശ്വാസങ്ങളുടെയും ഡോഗ്മകളിൽ നിന്ന് മോചിപ്പിക്കുക എന്നത് അവരെ സ്വതന്ത്ര മനുഷ്യരാക്കുക, മതേതര മനുഷ്യരാക്കുക, ജനാധിപത്യബോധമുള്ള മനുഷ്യരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അതല്ലാതെ അവരെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടീൻ്റെ ആളുകളാക്കി കൊടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം നമ്മളാരും ഏറ്റെടുത്തിട്ടില്ല. അത് കമ്മികൾക്കോ കൊങ്ങികൾക്കോ അതല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കോ ആളുണ്ടാക്കി കൊടുക്കുക എന്നുള്ള പണി നമ്മൾ ഏറ്റെടുത്തിട്ടില്ല. മനുഷ്യരെ സ്വതന്ത്രരാക്കുക, ലിബറലാക്കുക, അവരെ സെക്യുലർ ആക്കുക എന്ന പണിയാണ് നമ്മൾ ചെയ്യുന്നത്. അവർ സെക്യുലർ ആയിക്കഴിഞ്ഞാൽ, അവർ സ്വതന്ത്ര ചിന്തകരായി കഴിഞ്ഞാൽ പിന്നെ എന്ത് നിലപാട് ഓരോ വിഷയങ്ങളിലും എടുക്കണം എന്നുള്ളത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അത് അവരുടെ അവകാശമാണ്. അവർക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പോകണം, അല്ലെങ്കിൽ സ്വന്തമായി രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണോ, അല്ലെങ്കിൽ രാഷ്ട്രീയം വേണ്ടേ, ഇതൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. പക്ഷേ അതിലൊന്നും നമ്മൾക്ക് യാതൊരു നിർദ്ദേശവുമില്ല. മറിച്ച്
ഈ ഡോഗ്മകളിൽ നിന്ന് മോചിപ്പിച്ച്, ഈ മതാന്ധതയിൽ നിന്ന് മോചിപ്പിച്ച് ഇവരെ സ്വതന്ത്ര മനുഷ്യരാക്കുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. അല്ലാതെ ഈ മതം വിട്ട് പുറത്തു വരുന്ന ആളുകളെയൊക്കെ ഈ സംഘപരിവാറിൻ്റെ ചാണകക്കുഴിയിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നത് നമ്മുടെ ലക്ഷ്യമേ അല്ല. അങ്ങനെ ഒരു ലക്ഷ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് വൈകുന്നേരം നമ്മൾ ആ വെള്ളം മുഴുവൻ ശേഖരിച്ച കുടം അടിച്ചു പൊട്ടിക്കുന്നതിന് സമമാണ് ആ ഏർപ്പാട്. സംഘപരിവാറിനെ വളർത്തുക എന്നതല്ല നമ്മുടെ ലക്ഷ്യം. സംഘപരിവാർ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന, നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ ആശയങ്ങൾക്കും എല്ലാ മൊറാലിറ്റിക്കും എതിരായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അവർക്ക് ജനാധിപത്യമില്ല, അവർക്ക് മതേതരത്വമില്ല, അവർക്ക് മാനവികതയില്ല, അവർക്ക് ഈ പറയുന്ന മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ബോധമില്ല, അവർക്ക് നമ്മൾ ഈ പറയുന്ന മാനവികതയുടെ ധാർമ്മിക മൂല്യങ്ങളോ ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ധാർമ്മിക മൂല്യങ്ങളോടോ പോലും യാതൊരു കൂറുമില്ലാത്തവരാണ് എന്ന് അവർ ഇതിനകം തെളിയിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു കൂട്ടർക്ക് ആളെ കൂട്ടിക്കൊടുക്കുക എന്ന പണി എന്തായാലും നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മളുടെ ലക്ഷ്യം അതല്ല എന്ന് കൃത്യമായ ബോധ്യം നമുക്കുണ്ട്. ഇനി നിലപാടുകൾ മാറുന്നതിനെക്കുറിച്ച് കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എപ്പോഴാണ് നിലപാടുകൾ മാറുന്നത്? ഇപ്പോൾ ഒരു സമൂഹത്തിൽ നമ്മൾ കുറേ കാലം പ്രവർത്തിച്ചു. ആ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ആദ്യഘട്ടത്തിൽ നമുക്കൊരു ലക്ഷ്യമുണ്ടാവും. ആ ആദ്യഘട്ടത്തിലെ നമ്മുടെ ലക്ഷ്യം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതേ പണി അതേ നിലപാടും തുടരുകയല്ല ചെയ്യുക. പിന്നെ അടുത്ത ഘട്ടമാണ് നമ്മൾ ഏറ്റെടുക്കുക. ആ അടുത്ത ഘട്ടത്തിൽ ചിലപ്പോൾ ആദ്യഘട്ടത്തിൽ പ്രയോഗിച്ചിരുന്ന ആ പ്രയോഗങ്ങളും അത് അന്നത്തെ നിലപാടുകളും അന്നത്തെ സമീപനങ്ങളും ഒന്നും ഫലപ്രദമല്ല എങ്കിൽ രണ്ടാം ഘട്ടത്തിൽ നമ്മൾ നമ്മുടെ നിലപാടുകളും സമീപനങ്ങളും ഒക്കെ മാറ്റം വരുത്തും, ആവശ്യമായ മാറ്റങ്ങൾ വരുത്തും. അങ്ങനെ ഞാനൊക്കെ ഈ രംഗത്ത് പ്രവർത്തിക്കാൻ വേണ്ടി വരുന്ന സമയത്തുള്ള ഒരു സമൂഹമല്ല ഇന്ന് കേരളത്തിലുള്ളത്. അന്ന് ഞാനൊക്കെ വരുന്ന സമയത്തുള്ള ഒരു കേരള സമൂഹത്തിൻ്റെ സാംസ്കാരിക മണ്ഡലം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിരുന്നു. ആ മണ്ഡലത്തിൽ ആദ്യം ചെയ്യേണ്ട പണി എന്താണ് എന്ന് പരിശോധിച്ചപ്പോഴാണ് നമ്മൾ ചില കാര്യങ്ങൾ കണ്ടെത്തുകയും അതിനനുസരിച്ചുള്ള ഒരു ഒന്നാം ഘട്ടം എന്ന നിലയ്ക്ക് ചെയ്യേണ്ട പ്രധാന കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കി അത് ചെയ്തു തുടങ്ങുകയും ചെയ്തത്. ഞാൻ കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയാം. അത് മുമ്പ് പലതവണ പറഞ്ഞിട്ടുള്ളത്, ഞാൻ യുക്തിവാദിയായിട്ട് രംഗത്ത് വരുമ്പോൾ, മതവിശ്വാസമൊക്കെ നഷ്ടപ്പെട്ട് രംഗത്ത് വരുമ്പോൾ ഈ മതത്തെ ശക്തിയുക്തം എതിർത്തുകൊണ്ട് സാമൂഹ്യ രംഗത്ത് വന്ന് പ്രവർത്തിക്കണം എന്നൊന്നും എനിക്ക് ആദ്യം ചിന്ത ഉണ്ടായിരുന്നില്ല. മറിച്ച് നമ്മൾ മതവിശ്വാസം നഷ്ടപ്പെട്ടു, ആ വിശ്വാസം നഷ്ടപ്പെട്ട നമുക്ക് നമ്മുടേതായ മറ്റു താല്പര്യങ്ങളനുസരിച്ച് നമുക്കിവിടെ ജീവിക്കാം എന്ന ഒരു ഓപ്ഷൻ നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. നമുക്ക് താല്പര്യമുള്ള ചില മേഖലകളും ഉണ്ടായിരുന്നു. ആ മേഖലകളിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് നമ്മുടേതായ ഒരു ജീവിതം നയിക്കാം എന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ അവിടെ നിന്ന് മാറ്റിയിട്ട് അത് പോരാ, ഈ മതത്തെ തുറന്ന് കാണിക്കണം, ഇതിനകത്തുള്ള വിഡ്ഢിത്തങ്ങളും വൈരുദ്ധ്യങ്ങളും ഇതിനകത്തുള്ള മനുഷ്യത്വ വിരുദ്ധതയും ഒക്കെ തുറന്നടിച്ചുകൊണ്ടുള്ള വിമർശനങ്ങൾ നടത്തേണ്ടതുണ്ട് ഈ സമൂഹത്തിൽ എന്ന് എനിക്ക് തോന്നിയതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം ഞാൻ മുമ്പ് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ കേരളത്തിലെ സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് കേരള സമൂഹത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളിൽ ഒരു വല്ലാത്ത ബാലൻസില്ലായ്മ, ഒരസന്തുലിതത്വം എനിക്ക് ഫീൽ ചെയ്തു. അതായത് കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിൽ ഈ നവോത്ഥാനത്തിൻ്റെ ഫലമായിട്ട് കുറേ ലിബറലൈസേഷൻ നടന്നു, കുറേ സെക്കുലറൈസേഷൻ നടന്നു. കേരളത്തിലെ ഹൈന്ദവ സമൂഹം പൊതുവിൽ സെക്കുലറായിട്ടുണ്ട്. അവരൊരു ബഹുസ്വര സമൂഹത്തിന് പാകമായിട്ടുണ്ട്, ഏറെക്കുറെ പാകമായിട്ടുണ്ട്. എന്നാൽ അതിന് തുല്യമായിട്ടുള്ള ഒരു മാറ്റം സാംസ്കാരികമായിട്ട് ക്രിസ്ത്യൻ സമൂഹത്തിലോ മുസ്ലിം സമൂഹത്തിലോ ഉണ്ടായിട്ടില്ല. മുസ്ലിം സമൂഹത്തിൽ ഒട്ടും ഉണ്ടായിട്ടില്ല. ക്രിസ്ത്യൻ സമൂഹത്തിൽ കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്. മുസ്ലിം സമൂഹം ഒരിക്കലും ഒരു മതേതര സമൂഹത്തിന്, ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കാൻ പാകമായിട്ടുള്ള ഒരു സാംസ്കാരിക തലത്തിലേക്ക് വളർന്നിട്ടില്ല. അതുകൊണ്ട് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും കേരളത്തിൽ സാംസ്കാരികമായി 3 വ്യത്യസ്ത തട്ടുകളിൽ നിൽക്കുന്നതായിട്ടാണ് എനിക്കൊക്കെ ഫീൽ ചെയ്തിട്ടുള്ളത്. അവിടെ ഒരു സെക്കുലർ മനോഭാവത്തോടു കൂടി, ഒരു ജനാധിപത്യ ബോധത്തോടു കൂടി ഈ രംഗത്തേക്ക് പ്രവർത്തിക്കാൻ വരുന്ന ഞാനൊക്കെ അതുകൊണ്ട് തന്നെ എൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിട്ടും പ്രവർത്തന മേഖലയായിട്ടും ഏറ്റെടുത്തത് ഇസ്ലാം മതത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിച്ച് അവരെ കൂടി സെക്കുലറാക്കിയാൽ മാത്രമേ കേരള സമൂഹത്തിന് പൊതുവിലൊരു സെക്കുലർ സമൂഹമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയൂ. കാരണം കേരളത്തിലെ മുസ്ലിം സമൂഹം മതാത്മകതയിൽ മുങ്ങിക്കുളിക്കുകയും അവരവരുടെ മതപരമായ കാര്യങ്ങളിൽ സംഘടിച്ച്
അവരുടെ രാഷ്ട്രീയവും മതപരമായിട്ട് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും മതവുമായി ബന്ധപ്പെട്ട് നിലനിർത്തുകയും മറ്റുള്ളവർ അവർക്ക് വേണ്ട സംരക്ഷണം നൽകുകയും ചെയ്യുന്നു. മറ്റുള്ളവർ ന്യൂനപക്ഷം എന്ന നിലക്ക് ഇവരോട് വലിയൊരു ആഭിമുഖ്യം കാണിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ എങ്ങനെ താലോലിച്ച് നിർത്തുകയും അതേസമയത്ത് അവർക്ക് തണൽ നൽകുന്ന ഈ മതേതരത്വം എന്ന മരത്തിൻ്റെ അടിവേരിന് തന്നെ കോടാലി വെക്കുന്ന പണികൾ ഇവിടെ മുസ്ലിങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. അതിന് ഉദാഹരണം പറഞ്ഞാൽ എം എം അക്ബറിനെ പോലെയുള്ള ആളുകൾ ആദ്യകാലത്ത് തുടങ്ങി വെച്ച എം എം അക്ബർ എന്നല്ല ആദ്യം തുടങ്ങിയത്, അദ്ദേഹത്തിൻ്റെയൊക്കെ ഗുരുക്കന്മാരായിട്ടുള്ള അതിൻ്റെ മുമ്പത്തെ തലമുറയോടെ തുടങ്ങി വെച്ചതാണ്. മറ്റുള്ള സമുദായക്കാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങളുടെ മതം തെറ്റാണ്, നിങ്ങളുടെ മതം പൊട്ടത്തരമാണ്, ഞങ്ങളുടെ മതം ഭയങ്കര കേമമാണ്, ഞങ്ങളുടെ മതത്തിൽ ഭയങ്കര ശാസ്ത്രമാണ്, ഞങ്ങളുടെ ഖുർആൻ അങ്ങനെ ചക്കരയാണ് എന്ന രീതിയിൽ മറ്റു മതക്കാരെ വിളിച്ചു വരുത്തി സ്നേഹസംവാദം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തിയിട്ട് ഈ സ്വമതത്തിൻ്റെ പോരിശ പറയുകയും അന്യമതക്കാരെ നിന്ദിക്കുകയും ചെയ്യുന്ന ഈ കലാപരിപാടി കണ്ടപ്പോഴാണ് എനിക്കൊക്കെ മനസ്സിലായത്, ഈ പോക്ക് പോയാൽ കേരളത്തിലെ സമൂഹം കൂടുതൽ വർഗീയതയിലേക്ക് പോകും. കേരളത്തിലെ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ, സെക്കുലറായി മാറിയ ഹിന്ദുക്കൾ പോലും വർഗീയവാദികളായി മാറാൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലും വർഗീയമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇവർക്കെതിരായിട്ട് ശക്തമായ ഒരു ആശയപ്രചരണ രംഗത്ത് വരണമെന്നും ആശയപ്രചരണം നടത്തണമെന്നും ഇതിനോട് പ്രതികരിക്കണമെന്നുമുള്ള ഒരു തോന്നൽ എനിക്കൊക്കെ ഉണ്ടായത്. അങ്ങനെയാണ് ഖുറാനിൽ ഇവർ ഈ പറയുന്നത് പോലുള്ള ശാസ്ത്രമൊന്നുമില്ല, ഖുറാനിൽ ഇവർ ഈ പറയുന്നത് പോലുള്ള ചക്കരയൊന്നുമില്ല, ഖുറാൻ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ്, അത് കാലഹരണപ്പെട്ടതാണ്, അത് ഗോത്രകാലത്തെ നിയമങ്ങളാണ്, അതിനകത്തൊരു ധാർമ്മികതയും ഇല്ല, അത് വെറും പ്രാകൃതമായിട്ടുള്ള ഒരു ഗോത്രമതം മാത്രമാണ് എന്ന കാര്യം മുസ്ലിം സമൂഹത്തോട് വെട്ടിത്തുറന്ന് പറഞ്ഞുകൊണ്ട് അന്ന് നിലനിന്നിരുന്ന ഒരു പൊതുബോധത്തെ മാറ്റിയെടുക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയുള്ള വളരെ സാഹസികമായിട്ടുള്ള ഒരു പ്രവർത്തനം നമ്മളൊക്കെ തുടങ്ങിയത്. സാഹസികമെന്ന് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. ആ ഒരു കാലഘട്ടത്തിൽ യുക്തിവാദികൾ പോലും ഹിന്ദുമതത്തെയും ക്രിസ്തുമതത്തെയും ഒക്കെ വിമർശിക്കും, ഇസ്ലാം മതത്തെ സ്പർശിക്കുക പോലും ചെയ്യാതെ പോയിരുന്നൊരു കാലത്താണ് ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് വരുന്നത്. വളരെ വിരലിലെണ്ണാവുന്ന, ഒറ്റക്കൈ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണെന്ന് മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഈ പ്രസ്ഥാനവുമായിട്ട് പരോക്ഷമായി പോലും ബന്ധപ്പെടുന്നവരായിട്ടുണ്ടായിരുന്നത്. അവരാകട്ടെ വളരെ സൗമ്യമായിട്ട് മാത്രം കാര്യങ്ങൾ പറയുകയും മതത്തെ നേരിട്ട് വിമർശിക്കാതെ മതത്തിലെ ചില അനാചാരങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലത്താണ്, ഭയപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കാലത്താണ് നമ്മളൊക്കെ വന്നിട്ട് അങ്ങനെ പോരാ എന്നും ഈ ഖുർആനെയും ഈ മതത്തെയും അതിരൂക്ഷമായി തന്നെ വിമർശിക്കേണ്ടതുണ്ട് എന്ന നിലയ്ക്ക് വിമർശിക്കുകയും ചെയ്തത്. അങ്ങനെ വിമർശിക്കാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാരണം, അങ്ങനെ വിമർശിച്ചാൽ മാത്രമേ കേരളത്തിലെ മുസ്ലിം സമൂഹത്തോട് ഇത്തരം ആശയങ്ങൾ തുടർന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ആദ്യഘട്ടം എന്ന നിലക്ക് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെയും മുസ്ലിം സമൂഹത്തിൻ്റെയും ഒരു പൊതുബോധത്തെ മാറ്റിയെടുക്കേണ്ടതുണ്ടായിരുന്നു. എന്താണ് ആ പൊതുബോധം? ഇസ്ലാം എന്ന മതം എന്തോ വലിയ തൊട്ടുകൂടാത്ത ചക്കരയാണ്, അല്ലെങ്കിൽ തൊട്ടാൽ പൊട്ടുന്ന ബോംബാണ്, അതുകൊണ്ട് ഇസ്ലാമിനെ ആരും വിമർശിക്കാനോ സ്പർശിക്കാനോ പാടില്ല, മുസ്ലിങ്ങളെക്കുറിച്ച് ആരും അങ്ങനെ ഒന്നും പറയാൻ പാടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വല്ലാതെ വ്രണം പൊട്ടിപ്പോകും, അതുകൊണ്ട് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും നമ്മൾ വളരെ സൗമ്യമായി കൈകാര്യം ചെയ്യണം, മറ്റുള്ളവരെയൊക്കെ നമ്മൾ രൂക്ഷമായി അങ്ങ് വിമർശിച്ച് കളയാം എന്ന രീതിയിലായിരുന്നു അന്ന് കേരളത്തിലെ മതേതര സാംസ്കാരിക സമൂഹം പൊതുവിലും, യുക്തിവാദികൾ ഉൾപ്പെടെ ഈ സാംസ്കാരിക സമൂഹം പൊതുവിൽ വിചാരിച്ചിരുന്നത്. അങ്ങനെയാണ് മുസ്ലിങ്ങൾ അങ്ങനെ ഒരു പൊതുബോധം ഉണ്ടാക്കി വെച്ചിരുന്നു, ബോധപൂർവം. അത് ഇസ്ലാം എന്നും ഇസ്ലാമിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കണ്ടെത്തിയിട്ടുള്ള ഒരു കവചമാണത്. ഞങ്ങളുടെ മതം ഭയങ്കര സെൻസിറ്റീവാണ്, അതുകൊണ്ട് ഞങ്ങളെ മതത്തെ തൊട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ അക്രമാസക്തരാകും എന്ന ഒരു പൊതുബോധം സൃഷ്ടിച്ചുകൊണ്ടാണ് ഇസ്ലാം എന്ന ഈ മതത്തെ ലോകത്താകെ ഈ 14 നൂറ്റാണ്ട് കാലം നിലനിർത്തിയിട്ടുള്ളത്. അപ്പോൾ ആ പൊതുബോധത്തിൻ്റെ മണ്ടക്കടിച്ച് തകർത്തുകൊണ്ടല്ലാതെ കേരളത്തിൽ ഇസ്ലാമിനെ കൈകാര്യം ചെയ്യാൻ കഴിയില്ല, ഇസ്ലാമിനെ വിമർശിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ആ ഒരു പൂച്ചക്ക് മണി കെട്ടുന്ന പണി ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മളൊക്കെ ഈ രംഗത്ത് വന്നത്. അപ്പോൾ ഒന്നാം ഘട്ടം എന്തായിരുന്നു? ഇസ്ലാം വിമർശിക്കപ്പെട്ടുകൂടാ എന്ന പൊതുബോധം, ഇസ്ലാമിനെ തൊട്ടാൽ പൊട്ടും എന്ന പൊതുബോധം, ആ പൊതുബോധത്തെ തകർത്തെറിയുക എന്നതായിരുന്നു ഒന്നാം ഘട്ടം. അത് തകർത്തെറിയണമെങ്കിൽ ഇസ്ലാമിനെ ഇങ്ങനെ വളരെ സൗമ്യമായിട്ട് തൂവൽ സ്പർശം കൊണ്ടോ അല്ലെങ്കിൽ തൈലം പുരട്ടി ഒഴിഞ്ഞുകൊണ്ടോ ഒന്നും വിമർശിച്ചാൽ പോരാ എന്നും മർമ്മം നോക്കി ചുറ്റികയെടുത്ത് അടിച്ച് പൊട്ടിക്കുക തന്നെ വേണം എന്നും മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ പൊതുബോധത്തെ തകർക്കുക എന്ന ഒന്നാം ഘട്ട ലക്ഷ്യം സാധ്യമാകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനൊക്കെ
ഇസ്ലാമിൻ്റെ മർമ്മസ്ഥാനം നോക്കിക്കൊണ്ട്. എന്താണ് ഇസ്ലാമിൻ്റെ മർമ്മസ്ഥാനം? ഖുർആൻ ദൈവിക ഗ്രന്ഥമാണ്, മുഹമ്മദ് ദൈവത്തിൻ്റെ ദൂതനാണ്. ഈ രണ്ട് വിശ്വാസങ്ങളാണ് ഇസ്ലാമിൻ്റെ മർമ്മം എന്ന് പറയുന്നത്. ആ രണ്ട് മർമ്മത്തെയും അടിച്ചുകൊണ്ട് വിമർശനം നമ്മൾ തുടങ്ങിയത്. ഖുർആൻ ദൈവിക ഗ്രന്ഥമല്ല, അത് മണ്ടത്തരങ്ങളും വൈരുദ്ധ്യങ്ങളും നിറഞ്ഞ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു പുസ്തകമാണ്. മുഹമ്മദ് ദൈവത്തിൻ്റെ ദൂതനല്ല, മുഹമ്മദ് ഒരു ഗോത്ര നേതാവ് മാത്രമായിരുന്നു. ഈ രണ്ട് കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ടാണ് ഞാനൊക്കെ മതവിമർശനം നടത്തിയിട്ടുള്ളത്. ഖുർആനെയാണ് അതിൽ ഏറ്റവും ആദ്യം എടുത്തത്. ആ ഖുർആൻ്റെ കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഖുർആൻ ഉപേക്ഷിച്ചു എന്നല്ല അർത്ഥം. ഖുർആനിനെ വിമർശിച്ചാൽ ഒരു പ്രശ്നവുമില്ല എന്ന തലത്തിലേക്ക് കേരള സമൂഹത്തെ മാറ്റിയെടുത്തു. അത് ഞാനൊറ്റയ്ക്കല്ല, ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ആ ഒരു പ്രവർത്തനത്തിലൂടെ അത് ഉണ്ടാക്കാൻ സാധിച്ചു. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ കാലം വന്നതോടുകൂടി ഖുർആൻ വിമർശിക്കപ്പെട്ടുകൂടാ എന്ന പൊതുബോധത്തിന് ഇനി ഈ സമൂഹത്തിൽ നിലനിൽപ്പില്ലാതായിട്ടുണ്ട്. എല്ലാവർക്കും കയറി വിമർശിക്കാവുന്ന ഒന്നായിട്ട് ഖുർആൻ മാറി. അതുപോലെ തന്നെ മുഹമ്മദ് എന്ന പേര് പറഞ്ഞാൽ കൈവെട്ടും കാലുവെട്ടും തലവെട്ടും എന്ന് പറയുന്ന ഒരു പൊതുബോധത്തെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഏറ്റവും കൂടുതൽ പരിഹസിക്കപ്പെടുന്ന ട്രോളപ്പെടുന്ന ഒരു നേതാവായിട്ട് മുഹമ്മദ് കേരളത്തിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ ഖുർആന്, മുഹമ്മദ് ഈ രണ്ട് കാര്യങ്ങളെയും അതിനെക്കുറിച്ച് നിലനിന്നിരുന്ന പൊതുബോധങ്ങളെയും തകർത്തെറിയുന്നതിന് വേണ്ടിയും ഇസ്ലാം എന്ന മതം മറ്റു മതങ്ങളെപ്പോലെ തന്നെ അല്ലെങ്കിൽ മറ്റു മതങ്ങളെക്കാളൊക്കെ പ്രാകൃതമായിട്ടുള്ള ഒരു മതമാണെന്നും അത് വിമർശനത്തിന് അതീതമല്ല എന്നുമുള്ള ഒരു പുതിയ പൊതുബോധം സൃഷ്ടിക്കുന്നതിന് 100% നമ്മൾ വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1ാം ഘട്ടവും 2ാം ഘട്ടവും കഴിഞ്ഞു. ഇനി നമുക്ക് 3ാം ഘട്ടത്തിലേക്കാണ് കടക്കേണ്ടത്. ഈ 3ാം ഘട്ടത്തിലേക്ക് കടക്കേണ്ട ഒരു സമയത്താണ് ഇവിടെ നിർഭാഗ്യവശാൽ ഇങ്ങനെ ഒരു ഗുലുമാല് കൂടി കേരളത്തിലെ സ്വതന്ത്ര ചിന്താരംഗത്തേക്ക് വരുന്നത്. അതിൻ്റേതായ ചില രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളുണ്ട്. കാരണം ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് സംഘപരിവാറാണ്. അപ്പോൾ ഈ ഭരിക്കുന്നവരുടെ കൂടെ ചാരി നിൽക്കുക എന്നത് ഒരു കംഫർട്ട് സോണാണ്. അപ്പോൾ ഈ കംഫർട്ട് സോണിലേക്ക് ചാരാനുള്ള ഒരു സ്വാഭാവിക ജൈവ പ്രചോദനം ഉണ്ടാവും. ആ പ്രചോദനത്തിൻ്റെ ഭാഗമായിട്ട് ഇസ്ലാമിൽ നിന്നൊക്കെ പുറത്തു വരുന്ന ആളുകൾ, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിൽ നിന്ന് പലതരത്തിലുള്ള ഒറ്റപ്പെടുത്തലും ഉപദ്രവങ്ങളും ഒക്കെ നേരിടേണ്ടി വരുന്ന ആളുകൾക്ക് പതുക്കെ സേഫ് സോണിലേക്ക് മാറുന്നതിൻ്റെ ഭാഗമായിട്ട് സംഘപരിവാറിനോടൊന്ന് ചാരി നിന്നാൽ നല്ലതാണ് എന്ന് തോന്നുക വളരെ സ്വാഭാവികമാണ്. അതിൻ്റെ ഭാഗമായിട്ട് കുറേ ആളുകൾ സംഘപരിവാറിനെ അനുകൂലിക്കുന്ന നിലപാടുമായിട്ട് എക്സ് മുസ്ലിംസ് ആയി വന്ന ആളുകളിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ ആ രീതിയിലേക്ക് പോകുന്നുണ്ട്. അതാണ് ഒരവസ്ഥ. മറ്റൊന്ന്, സ്വതന്ത്ര ചിന്തകർ, എക്സ് മുസ്ലിംസ് അല്ലാത്ത സാധാരണ സ്വതന്ത്ര ചിന്തകർ എന്ന രീതിയിൽ ഇവിടെ വളർന്നു വന്നിട്ടുള്ളവരിൽ തന്നെ നല്ലൊരു വിഭാഗം ആളുകൾ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ അവരുടെ ഗൂഢമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളുടെ പേരിലോ ഈ സംഘപരിവാറിന് അനുകൂലമായിട്ടില്ല അല്ലെങ്കിൽ അവർക്ക് എതിരാണ് എന്ന് പ്രത്യക്ഷത്തിൽ തോന്നും വിധത്തിൽ സംഘപരിവാറിനെ നോർമലൈസ് ചെയ്യുന്ന ഒരു പണി. ആ പണിയാണ് കേരളത്തിൽ ഇനി സംഘപരിവാർ വളരാൻ ഏറ്റവും ആവശ്യമുള്ള 1ാം ഘട്ടം. സംഘപരിവാറിനെ നോർമലൈസ് ചെയ്യണം. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. കേരളത്തിൽ ഇനി സംഘപരിവാർ വളരണമെങ്കിൽ സംഘപരിവാറിനെതിരായി നിലനിൽക്കുന്ന ഒരു പൊതുബോധം ഉണ്ട് ഇവിടെ. ആ പൊതുബോധം ഞാൻ ഈ പറഞ്ഞ നവോത്ഥാനത്തിൻ്റെ ഫലമായിട്ട് വന്ന സെക്യുലർ ബോധമാണ്. ആ സെക്യുലർ ബോധത്തെ തകർത്തുകൊണ്ടല്ലാതെ ഇനി സംഘപരിവാറിന് കേരളത്തിൽ വേരുപിടിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ വേരുപിടിപ്പിക്കാവുന്ന രീതിയിൽ കേരളത്തിലെ സെക്യുലർ ബോധത്തെ ഒന്ന് വികലമാക്കി അവതരിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ പൊതുബോധത്തെ ഒന്ന് മാറ്റിക്കൊണ്ട് ആ എല്ലാം കണക്കാണ്, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും സംഘപരിവാറും ഒക്കെ ഒരുപോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളാണ്, എന്നാൽ തന്നെ അതിൽ കമ്മ്യൂണിസ്റ്റുകാരും മറ്റവരൊക്കെയാണ് കൂടുതൽ അപകടകാരികൾ, സംഘപരിവാർ അല്ല എന്ന ഒരു സാധനം സ്വതന്ത്ര ചിന്തയുടെ ആട്ടിൻതോൽ അണിഞ്ഞുകൊണ്ട് ഇവിടെ അവതരിപ്പിക്കുന്ന ഒരു സ്വതന്ത്ര ചിന്താ വിഭാഗം ഇവിടെ രൂപപ്പെട്ടു വരുന്നു. ഇത് എക്സ് മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾ പോലും ഒരു വിഭാഗം ആളുകൾ അതിലേക്ക് ചായുന്നു. ഇത് കേരളത്തിലെ സ്വതന്ത്ര ചിന്താരംഗത്ത് അപ്രതീക്ഷിതമായിട്ട് വന്ന നിർഭാഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മളുടെ പ്രവർത്തനങ്ങളുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ ആയ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു പ്രതിസന്ധി കൂടി നമ്മുടെ മുമ്പിൽ വന്നു ചേർന്ന സ്ഥിതിക്ക് നമുക്ക് അതിനെ കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ടേ ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ ഇപ്പോൾ കോഴിക്കോട്ട് നടന്ന സെമിനാർ പോലുള്ള പരിപാടികളുമായിട്ട് സംഘപരിവാറിന് മണ്ണൊരുക്കുന്ന സോക്കാൾഡ് സ്വതന്ത്ര ചിന്തകരെ കൂടി നമ്മൾ വിമർശിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ വിമർശിച്ചില്ല എങ്കിൽ നമ്മൾ
നമ്മളൊക്കെ കുറേ കാലം പണിയെടുത്തതിൻ്റെ ഫലമായിട്ട് നമ്മളെപ്പോലെ ആയിരക്കണക്കിന് ആളുകൾ കഷ്ടപ്പെട്ട് ഒരു 1.5 നൂറ്റാണ്ടായിട്ട് ഇവിടെ നടത്തിയിട്ടുള്ള നവോത്ഥാന പ്രവർത്തനങ്ങളുടെയൊക്കെ ഫലമായിട്ട് കേരളം നേടിയെടുത്തിട്ടുള്ള ഒരു സെക്യുലർ സമൂഹം എന്ന ഒരു ലക്ഷ്യം, അതിൽ ഒരു പരിധിവരെ നമ്മൾ വിജയിച്ച് നിൽക്കുമ്പോൾ അതിനെ പുറകോട്ട് നയിക്കാനും ആ നേടിയ നേട്ടങ്ങൾ ഇല്ലാതാക്കാനും കേരള സമൂഹത്തെ വീണ്ടും വർഗീയമായിട്ടും മതപരമായിട്ടും ധ്രുവീകരിക്കാനുമുള്ള രാഷ്ട്രീയ ഗൂഢതന്ത്രം ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നുള്ളൂ എന്ന് ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിനെ രണ്ടിനെയും അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ നിലപാടുകളിൽ മാറ്റം വരേണ്ടി വരും. ഇപ്പോൾ മുസ്ലിം സമൂഹം എന്ന് പറയുന്നത് ഇന്ന് പ്രതിരോധത്തിലാണ്, എല്ലാ അർത്ഥത്തിലും പ്രതിരോധത്തിലായിട്ടുള്ള ഒരു സമൂഹമാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അതിജീവനത്തെ അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന, അവരുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ സംഘപരിവാറിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ആ ഒരവസ്ഥയിൽ വ്യാകുലപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ സ്വന്തം അസ്തിത്വത്തെക്കുറിച്ചുള്ള ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ സമൂഹത്തെ ഉദ്ധരിക്കുക എന്നത് അല്ലെങ്കിൽ അവരെ സാംസ്കാരികമായിട്ട് സംസ്കരിച്ചെടുക്കുക എന്നത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതൊക്കെ ഞാൻ മുമ്പ് പലതവണ വിശദീകരിച്ചിട്ടുള്ള കാര്യമായതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അങ്ങനെയുള്ളൊരു സമൂഹത്തെ അവരെ മനുഷ്യർ എന്ന നിലക്ക് അവരുടെ അസ്തിത്വത്തെ അംഗീകരിച്ചുകൊണ്ട് അവരുടെ മനുഷ്യാവകാശങ്ങളെ കൂടി അംഗീകരിച്ചുകൊണ്ട് അവരോടൊപ്പം നിന്നുകൊണ്ടല്ലാതെ അവരെ പരിഷ്കരിക്കുക സാധ്യമല്ല. അവരുടെ ചിന്താപരമായ വികാസത്തിന് വേണ്ട പ്രവർത്തനങ്ങൾ നടക്കുന്നതോടൊപ്പം തന്നെ സമാന്തരമായി തന്നെ അവർക്ക് എതിരെ ഇത്തരത്തിലുള്ള ഒരു സമൂഹം എന്ന നിലക്ക് മുസ്ലിങ്ങൾക്കെതിരായിട്ട് ഇന്ന് സംഘപരിവാർ ഉയർത്തുന്ന ഈ ഭീഷണിയിൽ നമ്മൾ കൃത്യമായും സംഘപരിവാറിനെതിരാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മാത്രമേ മുസ്ലിം സമൂഹത്തെ ഒരു ചിന്താപരമായ മാറ്റത്തിലേക്ക് നയിക്കാൻ നമുക്ക് സാധ്യമാവും. ഇതൊക്കെ സോഷ്യൽ എഞ്ചിനീയറിംഗ് മനസ്സിലാകുന്ന ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സാമൂഹ്യ സാഹചര്യം നിലനിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ നമ്മളൊക്കെ നമ്മുടെ 1ാം ഘട്ടവും 2ാം ഘട്ടവും ഒക്കെ പൂർത്തിയായ സ്ഥിതിക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് നമ്മുടെ സമീപനത്തിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ ആവശ്യമായി വരും. ആ മാറ്റങ്ങളാണ് ഇപ്പോൾ നമ്മളുടെയൊക്കെ പ്രവർത്തനങ്ങളിലും സംസാരങ്ങളിലും നമ്മളൊക്കെ തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങളിലും നമ്മളൊക്കെ നടത്തുന്ന പരിപാടികളിലെ മുൻഗണനാ ക്രമത്തിലും ഒക്കെ ഇപ്പോൾ പ്രകടമാകുന്നത് ഈ ഒരു നിലപാട് വ്യത്യാസമാണ്. ഇത് നമ്മളുടെ നിലപാട് മാറിയതല്ല, അല്ലെങ്കിൽ നമ്മുടെ ആശയം മാറിയതല്ല, മറിച്ച് നമ്മൾ സംബോധന ചെയ്യുന്ന സമൂഹത്തിൻ്റെ അവസ്ഥയെ നമ്മൾ കൃത്യമായി നിരീക്ഷിച്ച് ആ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് അവിടെ സ്വീകാര്യമാകുന്ന തരത്തിൽ നമ്മുടെ ആശയങ്ങൾ ആ സമൂഹത്തിന് പകർന്നു നൽകിയാലേ അത് ഫലപ്രദമാവുകയുള്ളൂ എന്ന് കൃത്യമായി തിരിച്ചറിയുന്നത് കൊണ്ടാണ്. അല്ലാതെ നമ്മൾ ഒരു വിഭാഗത്തിൻ്റെ ശത്രുക്കളാണ് എന്ന് അവർക്ക് തോന്നുന്ന തരത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവരോട് പിന്നെ നമ്മൾ ആശയമൊന്നും പറഞ്ഞ് അവരുടെ ചിന്താമാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമൊന്നും അവരുടെ ഇടയിൽ പോയിട്ട് നമുക്ക് നടത്താൻ പറ്റില്ല. അപ്പോൾ അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരുടെ മനുഷ്യാവകാശങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് മാത്രമേ അവരെ ചിന്താപരമായിട്ട് പരിവർത്തനം ചെയ്യാൻ വേണ്ടിയുള്ള ആശയങ്ങൾ അവർക്ക് പകർന്നു നൽകാൻ കഴിയൂ എന്ന് തിരിച്ചറിയുന്നത് കൊണ്ടുണ്ടായ ചെറിയ ചില നിലപാട് മാറ്റങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങളുടെ രീതിശാസ്ത്രത്തിലുള്ള ചെറിയ മാറ്റങ്ങൾ ബോധപൂർവം തന്നെ വരുത്തിയതാണ്. അതല്ലാതെ നമ്മൾ പണ്ടത്തെ ആൾ ഇപ്പോൾ മാറിപ്പോയതല്ല. നമ്മൾ പണ്ടത്തെ ആൾ തന്നെയാണ്. പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾക്ക് അന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന പ്രസക്തി ഇന്ന് നഷ്ടപ്പെടുകയും പകരം ഇന്നത്തെ സാഹചര്യത്തിൽ പ്രസക്തമായിട്ടുള്ള പുതിയ ചില സമീപനങ്ങളും രീതിശാസ്ത്രങ്ങളും ഏറ്റെടുക്കേണ്ടത് അനിവാര്യമായി തീരുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നമ്മുടെ നിലപാടിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം നമ്മൾ മാറിയെന്നല്ല, നമ്മുടെ സമൂഹം മാറിയെന്നാണ്. നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ നമ്മളുടെ നേട്ടത്തിന് വേണ്ടിയല്ല. അതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് നമുക്ക് വേണ്ടിയല്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ലാഭം കിട്ടാൻ വേണ്ടിയിട്ടോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ പദവി കിട്ടാൻ വേണ്ടിയിട്ടോ, നമുക്ക് മിസോറാമിലെ ഗവർണർ ആവാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ നമുക്ക് രാജ്യസഭയിലെ മെമ്പർ ആവാൻ വേണ്ടിയിട്ടോ അതൊന്നുമല്ല. മറിച്ച് നമ്മൾ ഈ സമൂഹത്തെ, ഈ രാഷ്ട്രം എന്ന് പറയുന്നത് രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയാണ്. ആ ഭരണഘടനയെ സംരക്ഷിക്കുന്നത്, അത് ഉയർത്തിപ്പിടിക്കുന്ന ധാർമ്മിക മൂല്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള
സാംസ്കാരിക പ്രവർത്തനം സമൂഹത്തിൻ്റെ മാറ്റത്തിന് വേണ്ടിയിട്ടാണ് നടത്തുന്നത്. നമ്മുടെ ലക്ഷ്യം സാമൂഹ്യമാണ്, വ്യക്തിപരമല്ല. അതുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല നിലപാടുകൾ മാറേണ്ടത്. മറിച്ച് നമ്മൾ സംബോധന ചെയ്യുന്ന സമൂഹത്തിൻ്റെ ഘടനയും ആ സമൂഹത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെയും എല്ലാം പരിഗണിച്ചുകൊണ്ട് നമ്മൾ ആ സമൂഹത്തെ എന്ത് ലക്ഷ്യത്തിലേക്കാണോ നയിക്കേണ്ടത് ആ ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ ഏറ്റവും പര്യാപ്തമായ മനഃശാസ്ത്രപരമായ സമീപനം എന്തായിരിക്കണം എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ ആശയങ്ങളൊക്കെ പ്രചരിപ്പിക്കാൻ. പ്രത്യേകിച്ച് മതം പോലെയുള്ള വളരെ സെൻസിറ്റീവായിട്ടുള്ള ആശയങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ മനഃശാസ്ത്രത്തെ കൂടി പരിഗണിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഈ നിലപാടുകൾ നമ്മൾ മാറിയിട്ടുള്ളത്. അല്ലാതെ വ്യക്തിപരമായിട്ട് നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും കിട്ടിയത് കൊണ്ടോ മുമ്പൊന്നും കിട്ടാത്തത് കൊണ്ടോ ഇനി എന്തെങ്കിലും കിട്ടാൻ പോകുന്നത് കൊണ്ടല്ല. കാരണം വ്യക്തിപരമായിട്ട് എന്തെങ്കിലും കിട്ടൽ ലക്ഷ്യമാക്കിക്കൊണ്ടല്ല നമ്മൾ ഈ പണിക്ക് ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് വേറെ പല മാർഗങ്ങളുണ്ടായിരുന്നു. നമുക്കിവിടെ ഒരു MM അക്ബർ ആവാനോ അല്ലെങ്കിൽ ഒരു സമദാനി ആവാനോ അല്ലെങ്കിൽ ഒരു കാന്തപുരം ഉസ്താദിൻ്റെ അസിസ്റ്റൻ്റ് ഉസ്താദ് ആവാനോ ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഉള്ള ഒരു കാലത്താണ് നമ്മൾ അത്യാവശ്യം അതിനൊക്കെ ഇപ്പോൾ നമുക്കൊക്കെ ഉള്ള സിദ്ധിയൊക്കെ തന്നെ ധാരാളം മതി. ഈ സിദ്ധികളൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഇവിടെ മതം വിറ്റ് കോടികൾ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നേരെ തിരിഞ്ഞ് നമ്മുടെ ജീവൻ പോലും കളയുന്ന രീതിയിൽ ഇതിനൊക്കെ എതിരായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് വന്നിട്ടുള്ളത്. വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടിയല്ല. ജീവിക്കുമെന്ന യാതൊരു ഗ്യാരണ്ടി പോലും ഇല്ലാത്ത ഒരു കാലത്ത്, ജീവിച്ചിരിക്കാനുള്ള സാധ്യത പോലും ഇല്ല എന്ന് ഉറപ്പുള്ളൊരു കാലത്ത് ഈ സാഹസത്തിന്, ഈ പൂച്ചക്ക് മണി കെട്ടാൻ ഇറങ്ങി തിരിച്ചത് വ്യക്തിപരമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടിയല്ല. ഇന്നും വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടിയല്ല ഇതൊന്നും ചെയ്യുന്നത്. അതുകൊണ്ട് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി അത് ചെയ്തു ഇത് ചെയ്തു തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങൾ, ബാലിശമായ ആരോപണങ്ങളുമായിട്ട് വന്നാൽ അവർക്കുള്ള മറുപടി നമ്മളുടെ ജീവിതം തന്നെയാണ്. അത് തുറന്ന പുസ്തകം പോലെ ഇവിടെ ഉണ്ട് എന്ന് മാത്രമേ എനിക്ക് അവരോട് പറയാനുള്ളൂ. ഏതായാലും ഇത്രയും കാര്യങ്ങൾ പറയേണ്ടി വന്നത് ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വന്നിട്ടുള്ള ചില പ്രതികരണങ്ങൾ അതൊരു പൊതു പ്രതികരണങ്ങളാണ് എന്നതുകൊണ്ടാണ്. കുറച്ച് ആളുകൾ പറഞ്ഞു എന്നതല്ല, ഇത് കുറേ ആളുകൾ പങ്കുവെക്കുന്ന പ്രതികരണങ്ങളാണ് എന്നതുകൊണ്ടാണ് ഇതിനെല്ലാം ജനറലായിട്ട് എടുത്തുകൊണ്ട് ഞാൻ ഈ ഒരു വിശദീകരണം നൽകിയിട്ടുള്ളത്. നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ വീണ്ടും കാണാം.